Celebrating 40 years of creativity, Roy Manapulli. On December 24, 1984, Roy Manapulli embarked on his artistic journey with the film Swarga. Over 4 decades, he has excelled as a director, actor, scriptwriter, lyricist, and event coordinator, leaving an indelible mark on the world of art and entertainment. Join us in celebrating 40 years of his passion and dedication to creativity. Celebrating 40 years of creativity. റോയ് മണപ്പള്ളിൽ എന്ന് പറയുന്ന ഈ ബഹുമുഖ പ്രതിഭയെക്കുറിച്ച് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമൊന്നും പോരാ. എനിക്ക് ശ്രീ റോയായിട്ട് 42 വർഷത്തെ സൗഹൃദമാണുള്ളത്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോഴും ഇന്നും പുഞ്ചിരിച്ചുള്ള ആ ഒരു സമീപനം ഒരു മാറ്റവും വരാതെ നിർലോഭം തുറന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ റോയിനെ നമ്മൾ കാണുമ്പോഴും അദ്ദേഹം സ്മൈലിംഗ് ആണ്. ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വളരെ ക്ഷോഭിച്ചോ സംസാരിക്കുന്ന ഒരു അവസരം പോലും ഞാൻ കണ്ടിട്ടില്ല, എന്നോടെന്നല്ല ആരോടും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോട് ഇത്രയും അടുപ്പം തോന്നാനായിട്ട് പലർക്കും സാധിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല. ആദ്യകാലത്ത് BSNL നിൽക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കലാവാസനകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ സിനിമാ രംഗത്ത് അദ്ദേഹം കാലുവെച്ചു. അവിടുന്ന് അഭിനയം, പിന്നീട് മിനി സ്ക്രീനിലേക്ക് അദ്ദേഹം വരുന്നു. അവിടെയും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഫുട് പ്രിൻറ്റ്സ് അദ്ദേഹം ഉണ്ടാക്കി. പിന്നീട് അദ്ദേഹം സ്വന്തം ഒരു സിനിമ സംവിധാനം ചെയ്തു. അവിടെയും അദ്ദേഹത്തിൻ്റെ പ്രതിഭ അദ്ദേഹം പ്രൂവ് ചെയ്തു. ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം കുറച്ചും കൂടി ഫ്രീ ആണ്. അപ്പോൾ കലയ്ക്ക് വേണ്ടി ഇനിയും ഒരുപാട് അദ്ദേഹത്തിൻ്റെ നിന്ന് കിട്ടുവാനുണ്ട്. അത് നമുക്കെല്ലാവർക്കും ആസ്വദിക്കുവാൻ പറ്റുന്നതാണ് ആയിരിക്കും എന്ന് എനിക്ക് 100% വിശ്വാസവുമുണ്ട്. അതുകൊണ്ട് 40 വർഷം കഴിഞ്ഞ ഈ അവസരത്തിൽ റോയ് മണപ്പള്ളിയിൽ നിന്ന് ഇനിയും ഒരു 50 വർഷവും കൂടിയും ഇതേപോലെ കലാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് എല്ലാ നല്ല ആശംസകളും നേരുന്നു. Celebrating 40 years of creativity. പ്രിയമുള്ളവരെ, ഞാൻ ജോഷി മാത്യു, സംവിധായകൻ. കഴിഞ്ഞ 40 വർഷക്കാലമായി മലയാള ചലച്ചിത്ര സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത ശ്രീ റോയ് മണപ്പള്ളി. അദ്ദേഹം സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, നടനാണ്, കൂടാതെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കോർഡിനേറ്റർ കൂടിയാണ്. മനോഹരമായ ഈ കാര്യങ്ങൾ നിർമ്മിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള കലാരംഗത്തെ പ്രവർത്തനങ്ങൾ മികച്ചു നിൽക്കുന്ന ശ്രീ റോയ് മണപ്പള്ളിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഉത്തരോത്തരം വിജയത്തിലേക്ക് അദ്ദേഹം ഉദിച്ചു പായട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Celebrating 40 years of creativity. നമസ്കാരം, KG മാർക്കോസാണ്. കഴിഞ്ഞ 40 വർഷമായി ദൃശ്യ മാധ്യമ രംഗത്ത് സജീവമായി സംവിധാനം, അഭിനയം, കഥ, തിരക്കഥ രചന, ഇവൻ്റ് കോർഡിനേഷൻ തുടങ്ങിയ വിവിധ മേഖലകളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്ത സംവിധായകൻ ശ്രീ റോയ് മണപ്പള്ളിക്ക് എൻ്റെ ആത്മാർത്ഥമായ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. ഈ കഴിഞ്ഞ 40 വർഷം അദ്ദേഹം ഈ രംഗത്ത് നൽകിയ സംഭാവനകൾ നിരവധിയാണ്. ഇനിയും ഉയരങ്ങൾ താണ്ടാൻ ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. Celebrating 40 years of creativity. ഞാൻ ഷാജിയം. ദൃശ്യമാധ്യമ രംഗത്ത് റോയ് മണപ്പള്ളിയിൽ 40 വർഷം പൂർത്തിയാക്കി എന്നറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം നല്ലൊരു കലാകാരനാണ്, നല്ലൊരു സംഘാടകനാണ്, നല്ലൊരു സുഹൃത്താണ്. 2001 ഞാൻ സംവിധാനം ചെയ്ത നേളുകൾ എന്ന സീരിയലിന് ഏറ്റവും നല്ല സീരിയലിനും ഏറ്റവും നല്ല സംവിധാനമുള്ള അവാർഡ് എനിക്ക് ദൃശ്യയിൽ നിന്ന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.
ഞാനത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഇന്ന് കേരളത്തിൽ അവാർഡുകളുടെ എണ്ണം ദിവസേന കൂടിക്കൂടി വരികയാണ്. അപ്പോഴും ഇൻറ്റഗ്രിറ്റിയും ക്രെഡിബിലിറ്റിയും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ 30 വർഷമായി യഥാർത്ഥ കലയെയും യഥാർത്ഥ കലാകാരന്മാരെയും കണ്ടെത്തി അവർക്ക് അവാർഡ് കൊടുക്കാൻ ദൃശ്യയ്ക്ക് കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന റോയ് മണപ്പള്ളിയിലിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു കലാകാരൻ എന്ന നിലയിലും ഒരു സംഘാടകൻ എന്ന നിലയിലും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. Celebrating 40 years of creativity. എന്നെ സംബന്ധിച്ചിടത്തോളം റോയ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്നേഹത്തിന്റെ ഒരു പ്രതീകം എന്നുള്ള മനുഷ്യനാണ് അദ്ദേഹം. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ, അദ്ദേഹത്തെ മനസ്സിന്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. നമ്മളെ പോലെ അല്ല, നമ്മളെ മനസ്സിന്റെ ഹാപ്പിനെസ്സിനല്ല ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് കാര്യത്തിലും നമ്മുടെ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞെങ്കിൽ റോയ് അവിടെ വരുന്നു, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നൊരു മനുഷ്യനാണ്. സ്നേഹത്തിൻ്റെ ഒരു പ്രതീകം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും നമുക്ക് പറയാവുന്നതാണ്. എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. റോയ്ക്ക് എല്ലാ നന്മകളും ഞാൻ എപ്പോഴും നേരുന്നു. എപ്പോഴും അദ്ദേഹം എൻ്റെ മനസ്സിലുള്ള ആളാണ്. അദ്ദേഹത്തിന് എല്ലാ നന്മകളും ഞാൻ എപ്പോഴും നേരുന്നുണ്ട്. Celebrating 40 years of creativity. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റോയ് മണപ്പള്ളി ദൃശ്യമാധ്യമ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സേവനം 40 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ ഡിസംബർ 24-ന് 1984 ഡിസംബർ 24-ന് സ്വർഗം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ചലച്ചിത്ര രംഗത്ത് എത്തുന്നത്. ഈ 40 വർഷത്തെ കാലയളവിനുള്ളിൽ സംവിധായകൻ, നടൻ, കഥാകൃത്ത്, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സേവനം ഈ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ദൃശ്യമാധ്യമ രംഗത്ത് അവാർഡുകൾ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ആദ്യമായി എനിക്ക് തോന്നുന്നത് ദൃശ്യമാധ്യമ രംഗത്ത് അവാർഡ് നിശ ഏർപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ റോയ് മണപ്പള്ളി. ആ അവാർഡിന്റെ പേര് തന്നെ ദൃശ്യ അവാർഡ് എന്നാണ്. അദ്ദേഹവുമായി നീണ്ട കാലത്തെ പരിചയവും ബന്ധവുമാണ് എനിക്കുള്ളത്. ഒരു സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ, ഒരു ഗാനരചയിതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ വീക്ഷിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സർഗാത്മകത അത് എന്നും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാലം വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ 2025 ജനുവരി മാസം പിറക്കാൻ പോകുന്ന ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. തീർച്ചയായും 41ാമത് വർഷത്തിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിൽ പുതുതായി കൂടുതൽ അവാർഡുകൾ ലഭിക്കട്ടെ. അദ്ദേഹത്തിന്റെ ചലച്ചിത്രങ്ങൾ കൂടുതലായി രംഗത്തെത്തട്ടെ. ആ കഴിവുകൾ ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹത്തെ കൂടുതൽ അടുപ്പിക്കുവാൻ സഹായകരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാ ഭാവങ്ങളും നേരുകയാണ്. Celebrating 40 years of creativity. നമസ്കാരം. കഴിഞ്ഞ 40 വർഷക്കാലമായി ദൃശ്യമാധ്യമ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സാന്നിധ്യമാണ് റോയ് മണപ്പള്ളി. രചന, ഗാനരചന, സംവിധാനം, ഇവൻ്റ് ഓർഗനൈസിംഗ്, അങ്ങനെ തുടങ്ങി വ്യത്യസ്ത മേഖലയിൽ ഒരുപാട് കയ്യൊപ്പുണ്ടാക്കിയ ഒരു മഹത് വ്യക്തിത്വം. പ്രിയപ്പെട്ട കൂട്ടുകാരൻ റോയ്ക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ സ്നേഹത്തിൻ്റെ ആശംസകളും റോയ്ക്ക് നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Celebrating 40 years of creativity. നമസ്കാരം. കഴിഞ്ഞ 40 വർഷമായി ദൃശ്യമാധ്യമ രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന എൻ്റെ സുഹൃത്താണ് ശ്രീ റോയ് മണപ്പള്ളി. അദ്ദേഹത്തിന് ആദ്യം എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാവുകങ്ങൾ നേരുന്നു. എൻ്റെ തുടക്കകാലത്ത് കലാരംഗത്തേക്കുള്ള വരവിൽ ആദ്യമായിട്ട് എനിക്കൊരു നല്ല അവസരം തന്നത് ശ്രീ റോയ് മണപ്പള്ളിയാണ്. ശ്രാവണം എന്ന സംഗീത പരിപാടിയിൽ ഒരു അവതാരകനായിട്ട് എനിക്കൊരു അവസരം തന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ 5ഓളം സീരിയലുകളിൽ പ്രധാന വേഷം ചെയ്യേണ്ടി വന്നു. അതിൽ എടുത്തു പറയുന്നത് കൃഷ്ണതുളസി എന്ന സീരിയൽ,
നായിക വേഷം തന്നെയാണ്. പിന്നീട് അലാദ് ചക്രം, പിന്നെ എന്നും ഓർമ്മയ്ക്ക്, അങ്ങനെ തുടങ്ങിയ സീരിയലുകളിലെല്ലാം പ്രധാന വേഷം ചെയ്തു. ഇപ്പോൾ റോയ് മണപ്പള്ളി തിരക്കഥാ സംഭാഷണം സംവിധാനം ചെയ്ത തൂലിക എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം അഭിനയിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ദൃശ്യമാധ്യമ രംഗത്ത്, കലാരംഗത്ത് തീർച്ചയായിട്ടും അനിവാര്യമാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ അനുമോദനവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. Celebrating 40 years of creativity. റോയ് മണപ്പള്ളി എങ്ങനെയാണ് നമ്മുടെ സൗഹൃദത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ, BSNLന്റെ PR ആയിരുന്ന കാലത്ത് തൃശ്ശൂർ വെച്ചിട്ടാണ് മാധ്യമപ്രവർത്തന എന്ന രീതിയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. തൃശ്ശൂരിലെ പരിചയം ഞാൻ കൊച്ചിയിൽ വന്നപ്പോഴും തുടർന്നു. പിന്നെ വാർത്ത തരികയും കൊടുക്കുകയും ചെയ്യുന്ന ബന്ധത്തിനപ്പുറത്ത് മണപ്പള്ളി ഒരു പക്ക സഹൃദയനാണ് എന്ന് ബോധ്യപ്പെട്ടൊരു നിമിഷത്തിലാണ് നമ്മൾ നമ്മുടെ സൗഹൃദത്തിലേക്ക് റോയ് മണപ്പള്ളിനെ കൊണ്ടുവരുന്നത്. മനോഹരമായി പാട്ടുപാടുന്ന സംഘാടകനായ, വളരെ ശക്തമായിട്ട് സൗഹൃദങ്ങളെ സൂക്ഷിക്കുന്ന ഒരാളെന്ന രീതിയിലാണ് റോയ് മണപ്പള്ളി പിന്നീട് എനിക്ക് അനുഭവപ്പെടുന്നത്. ആ അനുഭവം തന്നെയാണ് റോയ് മണപ്പള്ളിനെ എൻ്റെ ചങ്ങാത്തത്തിലെ, എൻ്റെ സൗഹൃദങ്ങളുടെ വലിയ കൂട്ടായ്മയിലേക്ക് ചേർത്ത് നിർത്താനും എല്ലാം പ്രചോദനമായത്. മാധ്യമരംഗത്ത് അവതാരകൻ എന്ന രീതിയിൽ ആദ്യമായിട്ട് എനിക്കൊരു അവാർഡ് ലഭിക്കുന്നത് ശ്രീ റോയ് മണപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ദൃശ്യയിൽ നിന്നാണ്. കവി എന്ന രീതിയിൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അവതാരകൻ, മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ പിന്നീട് നമുക്ക് അവാർഡുകളുടെ ഒരു പെരുമഴ ഉണ്ടായി എന്നുള്ളത് വലിയ സന്തോഷമാണ്. അപ്പോൾ അക്കാര്യത്തിലും വലിയ കൈപുണ്യമുള്ള ഒരാളാണ് ശ്രീ റോയ് മണപ്പള്ളി എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാം. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സിനിമ ചെയ്തു, ഇനിയും ഒരുപാട് സിനിമകളുടെ സ്വപ്നങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരാളെന്ന രീതിയിൽ, സിനിമ എഴുതുന്ന, പാട്ടെഴുതുന്ന ഒരാളെന്ന രീതിയിൽ, മാധ്യമപ്രവർത്തകൻ എന്നതിലപ്പുറത്ത് വലിയ ഒരു ഇഷ്ടം ഈ മനുഷ്യനോട് നമുക്ക് തോന്നുകയാണ്. അത് എല്ലാ മനുഷ്യരോടും എല്ലായ്പ്പോഴും നമുക്ക് തോന്നാറില്ല. ചില മനുഷ്യരോട് ചിലപ്പോൾ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഇഷ്ടം തോന്നാറ്. അങ്ങനെ നമുക്ക് ഇഷ്ടം തോന്നിയ ഒരാളാണ് ശ്രീ റോയ് മണപ്പള്ളി. അദ്ദേഹം മാധ്യമരംഗത്ത് ഈ വലിയ വിശാലമായിട്ടുള്ള ലോകത്തിലെ ഈ മാധ്യമ ഇടപെടൽ എന്ന രീതിയിൽ 40 വർഷം പൂർത്തിയാക്കി എന്നുള്ളത് വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. 40 വർഷം മാത്രമല്ല, അവിരാമം അത് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. Celebrating 40 years of creativity. നമസ്കാരം, ഞാൻ മോഹൻ അയരൂർ. റോയ് മണപ്പള്ളി എന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഏതാണ്ട് 40 വർഷക്കാലമായി കേരളത്തിൽ അദ്ദേഹം വിവിധ രംഗത്ത് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സംഘാടകൻ എന്നുള്ള നിലയിലാണ് എനിക്ക് ഏറ്റവും അധികം റോയിയെ ഏറ്റവും ഉയർത്തി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എനി കൈൻഡ് ഓഫ് പീപ്പിൾ, ഏത് രീതിയിലുള്ള ആൾക്കാരായാലും അവരെ കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം സിനിമാ സംവിധാന രംഗമായാലും മാധ്യമരംഗമായാലും കോർഡിനേഷൻ രംഗമായാലും അലുമിനൈ ഫോർമിനേഷൻ ആയാലും ഗാനരചന ആയാലും എഴുത്തായാലും തിരക്കഥാകൃത്തായാലും ആൻഡ് വാട്ട് ഓൾ നോട്ട്, എല്ലാ രംഗത്തും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. വിഷ്വൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആങ്കറായിട്ടും ഒക്കെ വളരെ വർഷങ്ങൾ, തൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഞങ്ങൾ ഒരേ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികളായിരുന്നു. എൻ്റെ ജൂനിയറായിട്ട് കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിലായിരുന്നു അദ്ദേഹം. ഐ എം പ്രൗഡ് ഓഫ് ഹിം റിയലി. എനിക്ക് 25 വർഷക്കാലം മാത്രമേ ആവുന്നുള്ളൂ ഞാൻ ഈ വിഷ്വൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു നടനായിട്ട് വന്നിട്ട്. ഞാനൊരു ലേറ്റ് കമറാണ്. പക്ഷേ ഞാനൊരിക്കൽ കൊച്ചിയിൽ എനിക്കൊന്ന് ഫിലിം സിറ്റി അവാർഡ് ഡിക്ലെയർ ചെയ്ത് വാങ്ങിക്കാൻ അവിടെ ചെന്നപ്പോൾ താടി വെച്ചൊരു ചെറുപ്പക്കാരൻ അതിൻ്റെ പിന്നാമ്പുറത്തും അതിൻ്റെ ഒരു സംഘാടന നിലയിലും ഓടി നടക്കുന്നുണ്ട്. പിന്നെ എല്ലാം അവാർഡെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടാനാണ് മനസ്സിലായത്. റോയ് മണപ്പള്ളി ഈസ് ഫ്രം കോഴഞ്ചേരി, സെൻറ് തോമസ് കോളേജിൻ്റെ പ്രൊഡക്റ്റാണെന്ന് മനസ്സിലായത്. അപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയത്, എനിക്കൊരു പരിചയമില്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു സ്ഥലത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് സെലക്ടേഴ്സിൻ്റെ അടുക്കൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരിക്കലും റോയ് മണപ്പള്ളി എന്ന ആളിനെ അറിയാമായിരുന്നിട്ടല്ല. അദ്ദേഹത്തെ എനിക്ക് അറിയാമായിരുന്നില്ല. അദ്ദേഹത്തിന് എന്നെ അറിയാമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും
എനിക്കത് മനസ്സിലായി. എനിക്ക് അന്ന് കിട്ടിയ ആ അവാർഡ് മൂല്യമുള്ളതായിരുന്നു എന്നുള്ളതിൻ്റെ കാരണം എന്നെ അറിയാത്ത അല്ലെങ്കിൽ എനിക്കറിയാത്ത ഒരാൾ അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു അവാർഡ് തരുമ്പോൾ തീർച്ചയായിട്ടും അത് നിഷ്പക്ഷമായിരുന്നു എന്നുള്ളത് ഞാനിന്ന് വിലയിരുത്തുന്നു. അതുപോലെ പിൽക്കാലത്ത് ദൃശ്യ അവാർഡ് 2 പ്രാവശ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് സഹനടൻ എന്നുള്ള നിലയിൽ. അത് 2 പ്രാവശ്യം കൊടുക്കില്ല, പക്ഷേ അത് 2 പ്രാവശ്യം എനിക്ക് ലഭിച്ചത് ഇതുപോലുള്ള സെലക്ടേഴ്സിൻ്റെ ഒരു മെച്ചമായിരിക്കും. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ റോയി നടത്തുന്നതായിട്ടുള്ള ഈ മാധ്യമരംഗത്തെ അല്ലെങ്കിൽ സീരിയൽ രംഗത്തെ സെലക്ഷന് വേണ്ടിയിട്ട്, ആളുകളുടെ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പലപ്പോഴും ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് പല കാര്യങ്ങളും തീരുമാനം എടുത്തിട്ടുണ്ട്. അതിലൊക്കെ റോയിയുടെ ഒരു നിഷ്പക്ഷത എന്നെ വളരെ ശ്രദ്ധേയമാക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി. എനിവേ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും തീർച്ചയായിട്ടും ഏറെ സന്തോഷത്തോടെ കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. Celebrating 40 years of creativity. റോയ് ചായൻ, അങ്ങനെയാണ് ഞങ്ങൾ അടുത്ത സൗഹൃദമുള്ളവരൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നത്. പേര് അതിഭീകരം പേരാണ്, റോയ് മണപ്പള്ളി. പഠനകാലത്താണ് ഞാൻ പരിചയപ്പെടുന്നത്, എറണാകുളം ലോ കോളേജ് സഭയിൽ. ഇതിലെ അന്ന് ഞാൻ ഈ കേരള MG യൂണിവേഴ്സിറ്റിയിൽ മിമിക്രിക്ക് ഫസ്റ്റൊക്കെ കിട്ടിയിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ, ജയസൂര്യ, കൂട്ടികൾ ജയേന്ദ്രൻ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയമാണ്. അന്ന് ഞങ്ങളെയൊക്കെ വിളിച്ച് പറഞ്ഞ് സ്റ്റേജിൽ കയറിക്കൂടാന്ന് പറഞ്ഞു. ഏകദേശം ഒരു 4 നൂറ്റാണ്ടിനപ്പുറമുള്ള ഒരു ബന്ധം റോയ് ചായനുമായിട്ടുണ്ട്. എൻ്റെ വളർച്ചയുടെ ഓരോ പടവുകളിലും ഞാൻ വളരുന്നത് നോക്കിക്കണ്ടിരുന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറയാവുന്ന ആളാണ് റോയ് ചായൻ. നമ്മുടെ ചാനലുകളൊക്കെ ഒരു ആർട്ടിസ്റ്റ് എന്നൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ആർട്ടിസ്റ്റ് എന്ന ഒരു പദവിയെ ഒരു ഫലകത്തിലാക്കി നമ്മുടെ കയ്യിലേക്ക് തന്നത് റോയ് ചായനാണ്. ഞാനെന്നല്ല, ഇന്ന് മലയാളത്തിലെ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ആദ്യം കൈകൊണ്ട് മേടിക്കുന്ന അവാർഡുകളൊക്കെ ദൃശ്യയുടെ പേരിലാണ്. ദൃശ്യം എന്നാൽ അത് റോയ് മണപ്പള്ളിലാണ്. എനിക്ക് എൻ്റെ വീടിൻ്റെ ഷോക്കേസിൽ ഒരു 4-5 എണ്ണം ഇരിപ്പുണ്ട്, വ്യത്യസ്ത അവാർഡുകൾ. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രഷ്യസ് ആണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൂടെ കൊണ്ടുനടക്കാൻ പറ്റിയ, നമ്മളെ അംഗീകരിച്ചു എന്നൊരു തെളിവാണ്. സഹൃദയനാണ്, ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, ഏത് പാതിരാത്രിക്ക് വിളിക്കാവുന്ന ആളാണ്, എന്ത് തമാശയും പറയാവുന്ന ആളാണ്. ഞങ്ങൾ തമ്മിൽ വൻകിട തമാശ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. റോയ് ചായൻ 40 വർഷങ്ങൾ പിന്നിടുമെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. അദ്ദേഹം ആദ്യമായി ചെയ്ത സിനിമയിലും അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. റോയ് ചായനോടൊപ്പം ഇനിയും വർഷങ്ങളോളം മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ ആവട്ടെ. പ്രിയപ്പെട്ട റോയ് ചായ, ഉമ്മ. Celebrating 40 years of creativity. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വഞ്ചിയൂർ പ്രവീൺ കുമാർ. മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകനും തിരക്കഥാകൃത്തും ഗാനരചയിതാവും ഒക്കെ ആയ ഞാൻ ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ റോയ് മാത്യു മണപ്പള്ളിൽ അവർകൾ അദ്ദേഹത്തിൻ്റെ കലാസബര്യ തുടങ്ങിയിട്ട് 40 വർഷം പൂർത്തിയാകുകയാണ്. സിനിമയുടെയും സാഹിത്യരംഗത്തെയും വിവിധ ശാഖകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച റോയ് മാത്യു മണപ്പള്ളി അവർകൾ മനുഷ്യസ്നേഹിയും യാതൊരു വിധമായ നാട്യങ്ങളുമില്ലാത്ത പച്ചയായ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ദൃശ്യ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ 2015 മികച്ച സഹനടനുള്ള അവാർഡ് നേടിക്കൊണ്ടാണ് ഞാൻ അദ്ദേഹവുമായി കൂടുതൽ അടുക്കുന്നത്. വർഷങ്ങളായുള്ള നിരന്തരമായ ആ സ്നേഹബന്ധം ആദ്യമായി അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തപ്പോൾ തൂലിക എന്ന ആ ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം നൽകി എന്നോട് ആ സ്നേഹത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ആ മനസ്സിന് ഒരു നന്ദി പറയാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കും. ഒരു കലാകാരനുണ്ടായിരിക്കേണ്ട സർവ്വ ഗുണങ്ങളും തികഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട റോയ് മാത്യു മണപ്പള്ളിൽ സാറിന് ഈ 40 വർഷം കലാരംഗത്തും സിനിമാ രംഗത്തും തുടരുമ്പോൾ ആ കലാസബരിക്ക്
അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കലാപ്രവർത്തനങ്ങളിൽ എൻ്റെ അഭിനയ യാത്രയിൽ അല്ലെങ്കിൽ കലാജീവിത യാത്രയിൽ എവിടേക്കോ വെച്ച് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കിട്ടിയ ആ അവസരം, അല്ലെങ്കിൽ അതിന് വഴിയൊരുക്കിയ അദ്ദേഹത്തിൻ്റെ ആ സന്മനസ്സിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് 40 വർഷം ഒരാൾ കലാരംഗത്ത് തുടരുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. ആ ദൗത്യത്തിൽ പൂർണ്ണമായും അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. ഇനിയും ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ മലയാള സിനിമയ്ക്കും കലാ സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലും ഉണ്ടാകുവാൻ ജഗദീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവ്വവിധ ആരോഗ്യങ്ങളും അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ജഗദീശ്വരൻ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ 40 വർഷം പൂർത്തിയാക്കുന്ന പ്രിയപ്പെട്ട റോയ് മാത്യു മണപ്പള്ളി സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ഒപ്പം ആശംസകളും. നന്ദി, നമസ്കാരം. Celebrating 40 years of creativity. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ ഹരിശ്രീ യൂസഫ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഹരിശ്രീയിൽ മിമിക്രി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഈ സമയത്ത് എനിക്കൊരു വൈകിട്ടൊരു 3 മണിയോടെ ഒരു ഫോൺ വരികയാണ്. ഹലോ, ഹരിശ്രീ യൂസഫ് അല്ലേ? ഞാൻ പറഞ്ഞതേ, ഞാൻ ഇന്നയാളാണ്. നിങ്ങൾ ഇന്നൊരു 6:30 മണിക്ക് ഫൈനാൻസ് ഹാളിൽ ഒരു മിമിക്സ് പരേഡ് ചെയ്തു തരാൻ പറ്റുമോ? വിളിക്കുന്നത് 3 മണിക്ക്, വൈകിട്ട് 6:30 മണിക്ക്, വെറും 3 മണിക്കൂർ ഗ്യാപ്പിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹരിശ്രീയുടെ പ്രോഗ്രാം അങ്ങനെ പെട്ടെന്ന് നമുക്ക് 3 മണിക്കൂറിലൊന്നും നമുക്ക് ചെയ്തു തരാൻ പറ്റത്തില്ല. വേണ്ട ഹരിശ്രീ. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു 3-4 പേര് വന്ന് ചെയ്തു തന്നാൽ മതി. കാരണം ഹരിശ്രീയുടെ ഒരു നല്ലൊരു ബഡ്ജറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ അത്രയും ബഡ്ജറ്റും ഇല്ല ഈ വിളിച്ച അദ്ദേഹത്തിൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞങ്ങളൊരു 3-4 പേര് വന്ന് ചെയ്തു തരാം. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞ പോലെ ഫൈനാൻസ് ഹാളിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ബൈജി ജോസ്, പ്രവീൺ, 2B, അങ്ങനെ നമ്മുടെ ഹരിശ്രീയുടെ സഹപ്രവർത്തകരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ, അതായത് ഹരിശ്രീയുടെ ഫുൾ പ്രോഗ്രാം അല്ല, അതിലുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു ചെറിയൊരു പ്രോഗ്രാം വന്നിട്ടുണ്ട്, യൂസഫ് പോയി ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സാറിൻ്റെ പെർമിഷനോടുകൂടി തന്നെ ഞാൻ ഫൈനാൻസ് ഹാളിലേക്ക് പോവുകയാണ്. ഫൈനാൻസ് ഹാളിൽ ചെന്നപ്പോഴാണ് ഞാൻ ഈ വിളിച്ച് അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അപ്പോൾ അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഒരു നാടകമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്, ഫൈനാൻസ് ഹാളിൽ ഒരു നാടകമാണ് ബുക്ക് ചെയ്തത്. ആ നാടകക്കാർക്ക് എന്തോ ആക്സിഡൻറ്റ് പറ്റി, എന്തോ വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആളുകളെല്ലാം പ്രോഗ്രാം കാണാൻ വേണ്ടി, നാടകം കാണാൻ വേണ്ടി വരുമ്പോൾ അവരെ നിരാശരാക്കി വിടാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി ഞങ്ങൾക്ക് അവർക്ക് കാണിച്ചേ പറ്റും. അങ്ങനെയാണ് നിങ്ങളെ വിളിക്കുന്നത്, കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ ചേട്ടാ, ഞങ്ങളെ കൊണ്ട് മാക്സിമം നമ്മൾ കഴിയുന്ന രീതിയിൽ ഞങ്ങളത് നല്ല രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4-5 പേര് ഒക്കെ ഉള്ളതെന്ന് തോന്നുന്നു. വളരെ മനോഹരമായിട്ട് ഞങ്ങൾ 2-2.25 മണിക്കൂർ അവിടെ നിന്ന്, അവിടെ നല്ലൊരു പ്രോഗ്രാം. അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്ത് പറഞ്ഞാലും ചിരിക്കുന്നൊരു ഓഡിയൻസാണ്. ഇന്നത്തെ ഓഡിയൻസ് ഒന്നുമില്ല, കാരണം പ്രോഗ്രാം വിജയിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല. അങ്ങനെ ഗംഭീരമായിട്ട് ഞങ്ങൾ ആ പ്രോഗ്രാം 2.25 മണിക്കൂർ പ്രോഗ്രാം ചെയ്തു. അതിനുശേഷം അദ്ദേഹം വളരെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പേയ്മെൻറ്റ് ഞങ്ങൾക്ക് തന്നു. വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ പോയി. അന്നാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഇദ്ദേഹം എന്നെ ഒത്തിരി എന്താ പറയുക, ഓരോരോ പ്രോഗ്രാമുകളിൽ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള എന്ത് പ്രോഗ്രാമിലും എന്നെ ഉൾപ്പെടുത്താൻ തുടങ്ങി. ഇന്തോനേഷ്യയിൽ ആദ്യമായിട്ട് കൊണ്ടുപോയത് ഇദ്ദേഹമാണ്. പിന്നെ വീഗാലാൻഡ് എന്ന് മാത്രമേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന് വരെ. നാഗാലാൻഡിൽ നിന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ പോയിട്ടില്ലായിരുന്നു. അങ്ങനെ നാഗാലാൻഡിൽ പോകാനുള്ള ഒരു അവസരം എനിക്ക് അദ്ദേഹം ഉണ്ടാക്കി തന്നു. ഇന്തോനേഷ്യയിൽ പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നു. പിന്നെ ദൃശ്യ അവാർഡ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലുള്ള ഒരു അവാർഡുണ്ട്. അദ്ദേഹമാണ് അതിൻ്റെ മെയിൻ കോർഡിനേറ്റർ. അതിൽ 3 പ്രാവശ്യം ഈ എളിയ കലാകാരനെ മികച്ച ഹാസ്യ നടൻ എന്നുള്ള രീതിയിൽ ഒരു പ്രോത്സാഹനം പോലെ, വലിയ നടനായിട്ടൊന്നുമില്ല എങ്കിലും നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എനിക്ക് അവാർഡ് തന്നിട്ടുണ്ട്. അദ്ദേഹം എന്ത് ചെയ്താലും, എന്ത് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്താലും ഒരു കോള് ഹരിശ്രീ യൂസഫിന് വരാറുണ്ട്. അദ്ദേഹം അവസാനമായെന്ന് പറഞ്ഞാൽ ഈ അടുത്ത് ചെയ്ത ഞാനുമായിട്ട് അഭിനയിച്ച തൂലിക, അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് തൂലിക. അതിലും എനിക്കൊരു മികച്ചൊരു വേഷം തന്നെ അദ്ദേഹം എനിക്ക് വിളിച്ചു തന്നു. അപ്പോൾ കുറേ നേരമായി ഇദ്ദേഹം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്നെ ഈ ഹരിശ്രീ യൂസഫ് എന്നും പറഞ്ഞ ഈ എളിയ കലാകാരനെ
ഇവിടെയും വരെ എത്തിയതിൻ്റെ വളർച്ചയിൽ വെള്ളവും വളവും തന്ന് ഏറെ പ്രോത്സാഹിപ്പിച്ച ആ മാന്യ വ്യക്തിയാണ് റോയ് മാത്യു മണപ്പള്ളി. അദ്ദേഹമാണ് ഇന്ന് 40 വർഷം ഈ കലാഫീൽഡിൽ എത്തിയിട്ട് അതിൻ്റെ ആഘോഷം. അപ്പോൾ വെറുമൊരു ആശംസയല്ല പറയേണ്ടത്, ഹൃദയത്തിൽ തൊട്ട് തന്നെ നമ്മൾ ആശംസിക്കണം. കാരണം എന്നെപ്പോലുള്ളൊരു ചെറിയ കലാകാരനെ എങ്ങനെയൊക്കെ രീതിയിൽ സഹായിക്കാവോ, അതെന്തോ എനിക്കറിയില്ല, ഒരു സ്നേഹം, ആ ഒരു ആത്മബന്ധം. റോയ് ചേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ യൂസഫ് കട്ട് ചെയ്യത്തില്ല. ആ റോയ് ചേട്ടാ ഞങ്ങളുടെ വിളിക്കും, ഞാനൊരു കോള് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസഫെ പറയണം. ആ ഒരു ബന്ധം, അത്രയും നല്ല മാനസികമായിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരു വ്യക്തി കലാഫീൽഡിൽ വന്നിട്ട് 40 വർഷം തികയുകയാണ്. അതിൻ്റെ ഒരു ആഘോഷത്തിൽ ഈ എളിയ കലാകാരനായ ഹരിശ്രീ യൂസഫിൻ്റെ മനസ്സിൽ എന്താ പറയുക, മനസ്സിൽ ആത്മാർത്ഥമായിട്ടും എന്താ പറയുക, നമ്മൾക്ക് ചെയ്ത ഉപകാരങ്ങളെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഹൃദയത്തിൽ തൊട്ട് ഒരു വലിയൊരു ആശംസ നേരുകയാണ്. പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് കൈവെക്കാത്ത മേഖലകളില്ല. പണ്ടുകാലങ്ങളിൽ വലിയ നടനായിരുന്നു, നായക നിരയിൽ ഇദ്ദേഹം നായകനായ സീരിയലൊക്കെ വന്നിട്ടുണ്ട്. അന്നൊന്നും നമ്മൾ സത്യത്തിൽ കലാഫീൽഡിൽ പോലും വന്നിട്ടില്ല. അദ്ദേഹം ആദ്യമായിട്ട് ദൂരദർശൻ, പിന്നെ ഒത്തിരി ചാനലുകളിൽ പല പല സീരിയലുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, തിരക്കഥ സംഭാഷണം എഴുതിയിട്ടുണ്ട്. പിന്നെ കോർഡിനേറ്ററാണ്, നല്ലൊരു കോർഡിനേറ്ററാണ്. എന്തൊരു പ്രോഗ്രാമും വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കഴിയും. ആത്മാർത്ഥമായിട്ട് തന്നെ അത് ചതിക്കണം പറ്റിക്കണം എന്നുള്ള സെറ്റപ്പൊന്നുമില്ല. നേരെ പോ രീതി എല്ലാം കൊണ്ടും ഒരു മൈനസ് പോലും എനിക്ക് ഇതേവരെ ജീവിതത്തിൽ തോന്നാത്ത ചുരുക്കം ചില വ്യക്തികളിൽ ഒരാൾ, അല്ല മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് റോയ് മാത്യു മണപ്പള്ളി. അപ്പോൾ റോയ് ചേട്ടാ, നിങ്ങളുടെ പ്രിയങ്കരനായ റോയ് ചേട്ടന് ഒരിക്കൽ കൂടി ആശംസ പറയുന്നു. അപ്പോൾ ഈ ആശംസ പറയുമ്പോൾ ഒരു വ്യക്തിനെ വിടാൻ പാടില്ല. കാരണം ഈ 40 വർഷം അദ്ദേഹത്തിന് വിജയത്തിൻ്റെ എന്താ പറയുക, വിജയത്തിലേക്ക്, പാതയിലേക്ക് ഇതുപോലെ കലാഫീൽഡിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു ഉത്തേജനം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയാണ്. കാരണം സാധാരണ നമ്മളൊക്കെ ഒരു പ്രോഗ്രാമിനൊക്കെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോയി അടിച്ചു പൊളിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇദ്ദേഹം ഒറ്റയ്ക്ക് വന്നൊരു പ്രോഗ്രാം എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഉണ്ടാവും. പ്രിയ പത്നിയില്ലാതെ അദ്ദേഹത്തിനൊരു യാത്രയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതയാത്രയിൽ അദ്ദേഹത്തെ ഒത്തിരി എന്താ പറയുക പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുനടക്കുന്ന പ്രിയ പത്നിക്കും ആശംസ നേരുകയാണ്. ഒരിക്കൽ കൂടി ഞങ്ങളുടെ പ്രിയങ്കരനായ റോയ് ചേട്ടന് 40 വർഷം കലാജീവിതത്തിൽ 40 വർഷം പിന്നിടുന്ന എൻ്റെ പ്രിയപ്പെട്ട റോയ് ചേട്ടന് ഒരിക്കൽ കൂടി ഹരിശ്രീ യൂസഫിൻ്റെ ആത്മാർത്ഥമായ ആശംസ നേരുകയാണ്. ബിഗ് സല്യൂട്ട് റോയ് ചേട്ടാ. Celebrating 40 years of creativity. ദൃശ്യമാധ്യമ രംഗത്ത് 40 വർഷമായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ റോയ് സാറിന് എല്ലാവിധ ആശംസകളും. അദ്ദേഹം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ഒരു 25 കൊല്ലം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ദൃശ്യ അവാർഡിലാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്ന് ഒരു പ്രോഗ്രാം, അതിൻ്റെ ബാക്ക് സ്റ്റേജ് മാനേജ്മെന്റ് പഠിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു കർട്ടസിയിൽ ഇന്നും അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ എല്ലാ ഇവൻറ്റുകളിലും അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള ബാലപാഠങ്ങൾ വെച്ചിട്ടാണ് ഇന്നും ഞാൻ എൻ്റെ ഇവൻറ്റുകളിലും എൻ്റെ ആക്ടിവിറ്റികളിലും മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് 40 കൊല്ലം തികഞ്ഞതിൽ എല്ലാവിധ ആശംസകളും. താങ്ക് യു. Celebrating 40 years of creativity. നമസ്കാരം റോയ് ചായ. അങ്ങനെ 40 വർഷം തികയ്ക്കുകയാണ് അല്ലേ ഈ ഡിസംബറിൽ. 40 വർഷത്തെ ദൃശ്യമാധ്യമ രംഗത്ത് പൂർത്തീകരിക്കുന്ന എൻ്റെയും നിങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ റോയ് മണപ്പള്ളി. അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ ഓർമ്മകൾ തുടങ്ങുന്നത് ഞാൻ കൊല്ലത്ത് താമസിക്കുന്ന സമയത്ത് എൻ്റെ കലാപ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടയിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ കൈകൾ കൊണ്ട് വാങ്ങിക്കാൻ പറ്റിയ ഒരു ലേഡി അവാർഡ്, അത് ദൃശ്യ MTVA അവാർഡാണ്. അത് പിന്നീട് എനിക്ക് ഒരു 3-4 പ്രാവശ്യം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അന്നാണ് റോയ് ചായനെ ഞാൻ പരിചയപ്പെടുന്നത്, നിങ്ങളുടെ റോയ് മണപ്പള്ളി. അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ സാധിച്ചു, ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഏത് തൊട്ടാലും പൊന്നാകുന്ന
അദ്ദേഹത്തിൻ്റെ മാന്ത്രിക വിരലുകൾ അത് ഇനിയും ഒരുപാട് സംഭാവനകൾ തരാനുള്ള ഒരു മോട്ടിവേഷനാണ്. തീർച്ചയായും ഞങ്ങൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രോത്സാഹനങ്ങളും അതുപോലെ തന്നെ സപ്പോർട്ടുകളും കിട്ടിയിട്ടുണ്ട്. ഇത്തരം സപ്പോർട്ടുള്ള ഒരാൾ നമ്മളെ പിന്നിൽ നമ്മുടെ ഒരു വെൽവിഷറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും അദ്ദേഹത്തിനോടൊപ്പം വളരാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. 4 അവാർഡോളം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ദൃശ്യ അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്, ഡയറക്ടറാണ്, അതുപോലെ തന്നെ കോർഡിനേറ്ററാണ്. നല്ല നല്ല പ്രോഗ്രാംസുകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് കലാകാരന്മാർക്ക് ഊർജസ്സും തേജസ്സുമാണ് അദ്ദേഹം. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് മുന്നോട്ട് അദ്ദേഹം ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. റോയ്ചയ, ഓൾ ദി വെരി ബെസ്റ്റ്. Celebrating 40 years of creativity. നമസ്കാരം, ഞാൻ ശശികല മേനോൻ. ദൃശ്യമാധ്യമ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീ റോയ് മാത്യു മണപ്പള്ളി എന്ന് നമുക്കറിയാം. എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ കർമ്മനിരതമായ ഈ ഒരു ചരിത്രയാത്ര എന്ന് പറയാം 40 വർഷം തികയ്ക്കുകയാണ്. 1984 ഡിസംബർ 24 സ്വർഗം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയുടെ ഭാഗമാകുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളൊന്നും ഇല്ല. സംവിധാനം, അഭിനയം, ഗാനരചന, തിരക്കഥാരചന, ഇവൻ്റ് കോർഡിനേഷൻ, അങ്ങനെ എല്ലാ മേഖലകളിലും വളരെ ശക്തമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഈ ഒരു കർമ്മനിരതമായ ചരിത്രപരമായ യാത്രയിൽ കൂടുതൽ ഭംഗിയോടെ മുന്നോട്ട് പോകാൻ എൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെ പ്രിയ സുഹൃത്തിന് ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. Celebrating 40 years of creativity. റോയ് മണപ്പള്ളി, അങ്ങനെ ഒരു പേര് എനിക്ക് അങ്ങനെയായിട്ട് പറയാനായിട്ട് പറ്റിയില്ല. കാരണം ഞാൻ പ്രായത്തിൽ വളരെ ജൂനിയറായിട്ടുള്ള ഒരാളാണ്. എന്നേക്കാൾ എത്രയോ ലോകം കണ്ട്, എത്രയോ കാലം കണ്ട്, എത്രയോ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എക്സ്പീരിയൻസോടുകൂടി കലാമേഖലയിൽ നിൽക്കുന്നൊരു മനുഷ്യൻ. ഞാൻ ചലച്ചിത്ര മേഖലയിലും ടെലിവിഷനിലും ഒക്കെ മാത്രം കണ്ടിരുന്നൊരു മനുഷ്യനെ കഴിഞ്ഞൊരു 3 വർഷമായിട്ടുള്ള ബന്ധമേ ഞങ്ങൾ തമ്മിലുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 40 വർഷത്തിൻ്റെ ഒരു സെലിബ്രേഷൻ ആഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹവും എന്നെയും സൗഹൃദങ്ങളുടെ കൂട്ടത്തിലെ ഒരു കണ്ണിയിൽ എന്നെയും കൂട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു സൗഹൃദത്തിനകത്ത് അങ്ങോട്ട് സൗഹൃദമാകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജെനുവിനായ മനുഷ്യനായിരിക്കണം. സ്നേഹത്തോടെ നമ്മളെ അംഗീകരിക്കുന്ന, നമ്മളുടെ കലയെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ എന്ന് പറയുന്ന മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരാളുമായിട്ട് നമ്മൾ സൗഹൃദമാകുന്നതിലെ അർത്ഥമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൽ റോയ് മണപ്പള്ളി, റോയ് ചായ, അദ്ദേഹം അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ്. ഏതോ കുറേ നാളത്തെ ബന്ധങ്ങളുടെ ഊഷ്മളതയൊക്കെയുള്ള, അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ സൗഹൃദമുള്ള ഒരാൾക്കാരെ പോലെയൊക്കെ ഞങ്ങൾ സംസാരിക്കുകയും മിണ്ടുകയും കുസൃതി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് 40 വർഷം ഗംഭീരമാണ്. ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത, എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായത്തോളം ഉണ്ട് അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ്. സോ എല്ലാവിധ ആശംസകളും റോയ് ചായ. താങ്ക് യു. Celebrating 40 years of creativity. ഹലോ, നമസ്കാരം. റോയ് ചായ. ദൃശ്യമാധ്യമ രംഗത്ത് 40 വർഷത്തെ വ്യക്തിമുദ്ര പതിപ്പിച്ച അങ്ങേപ്പോലൊരു വ്യക്തിത്വത്തെ ഞാൻ കണ്ടിട്ടില്ല. സത്യം. വർഷങ്ങൾക്ക് മുമ്പ്, 25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടതാണ്. അന്നു മുതൽ ഇന്ന് വരെയും അങ്ങയുടെ ഒരു കരുതലും നടത്തിപ്പും സ്നേഹവും ബഹുമാനവും മറ്റുള്ളവർക്ക് പകരം വെക്കാൻ പറ്റില്ല. വീണ്ടും അങ്ങയുടെ ചൈതന്യം എല്ലാവരിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിപൂർണ്ണ ആരോഗ്യത്തോടെ കർത്താവ് അങ്ങേക്ക് ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 40 വർഷം തികയുന്ന ഈ സംരംഭത്ത് എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ സ്വന്തം ടോം ജേക്കബ്. മറക്കില്ല റോയിച്ച, അങ്ങേ മറക്കില്ല. Celebrating 40 years of creativity. പ്രിയ സ്നേഹിതരെ,
എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ജോസ് മാവേലിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട, നമ്മളെല്ലാവരെയും സ്നേഹിതനായ റോയ് മണപ്പള്ളി സാറിനെ കുറിച്ച് 2 വാക്ക് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സിനിമാ രംഗത്ത് മാത്രമല്ല, സീരിയൽ രംഗത്ത് കഥ, തിരക്കഥ, സംവിധാനം, അഭിനയം, നിർമ്മാണം എന്നീ മേഖലകളിലെല്ലാം തന്നെ മികവ് തെളിയിച്ച നല്ലൊരു കലാകാരനാണ് നമ്മുടെ റോയ് സാർ. കഴിഞ്ഞ 40 വർഷമായി അദ്ദേഹം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ 2021 തൂലിക എന്ന സിനിമ നിർമ്മിച്ചത്. അതിൻ്റെ സംവിധാനം അദ്ദേഹം തന്നെയായിരുന്നു. ആ സിനിമയ്ക്ക് നല്ലൊരു സൽപ്പേര് ലഭിച്ചിട്ടുണ്ട്. നിരവധി അവാർഡുകൾ ആ സിനിമയ്ക്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു അവാർഡ് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി മേഖലകളിൽ അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം മറ്റുള്ളവരുടെ നന്മകൾ കണ്ടുകൊണ്ട് മറ്റുള്ളവരെ പ്രോത്സാഹിക്കുന്നതിനായി സീരിയൽ രംഗത്ത് പ്രത്യേകിച്ച് അതിൽ അഭിനയിക്കുന്നവരെയും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും പ്രോത്സാഹിക്കുന്നതിനായി ഒരു അവാർഡ് കമ്മിറ്റി തന്നെ അദ്ദേഹം രൂപീകരിച്ചു. ദൃശ്യ അവാർഡ് എന്നാണ് ആ കമ്മിറ്റിയുടെ പേര്. അങ്ങനെ ഈ അവാർഡ് കമ്മിറ്റി എല്ലാ വർഷവും നിരവധി പേരെ അവരെ പ്രോത്സാഹിക്കുന്നതിനായി അവാർഡുകൾ നൽകുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഴിവ്. എനിക്ക് വ്യക്തിപരമായി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സേവന രംഗത്തും അദ്ദേഹം നല്ല കഴിവുകൾ, അദ്ദേഹം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജനസേവാ ശിശുഭവനിൽ പലതവണ അദ്ദേഹം വരികയും അതിൻ്റെ ജനസേവയുടെ മെമ്പർഷിപ്പ്, അതിൻ്റെ ലൈഫ് മെമ്പർഷിപ്പ് എടുക്കുകയും അവിടുത്തെ കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും അങ്ങനെ നിരവധി കാര്യങ്ങൾ ജനസേവയിൽ സഹായങ്ങൾ ചെയ്ത നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് നമ്മുടെ റോയ് സാറ്. അതുപോലെ തന്നെയാണ് അദ്ദേഹം മറ്റുള്ളവരെയും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ. ഞാനും റോയ് സാറും പലതവണ ഒരുമിച്ചിരുന്നിട്ടുണ്ട്. ക്യാപ്റ്റൻ രാജു നമ്മളിൽ വേർപെട്ട് പോയ ക്യാപ്റ്റൻ രാജു സാർ ഒരുമിച്ച് തന്നെ റോയ് സാറും ക്യാപ്റ്റൻ രാജു ഞാനും അടക്കം പലതവണ ഗെറ്റ് ടുഗദർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗെറ്റ് ടുഗദർ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ റോയ് സാറിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ലഭിക്കുന്നത്. മറ്റുള്ളവരെ നന്മകൾ കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല നല്ല കാര്യങ്ങളാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്. അങ്ങനെ ഒരു പോസിറ്റീവ് ചിന്താഗതിയുള്ള റോയ് സാറിന് ഇനിയും ദീർഘനാൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്യുവാനും ഒപ്പം സീരിയൽ രംഗത്ത് നിരവധി കഴിവുകൾ അദ്ദേഹം ഇനിയും കൊണ്ടുവരുവാനും നമ്മുടെ സമൂഹത്തിന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Celebrating 40 years of creativity. നമസ്കാരം. ഞാൻ പിന്നണി ഗായകൻ അലോഷ്യസ് പെരേര. ദൃശ്യമാധ്യമ രംഗത്ത് 40 വർഷം പൂർത്തീകരിക്കുന്ന റോയ് മണപ്പള്ളിൽ എന്ന എൻ്റെ പ്രിയപ്പെട്ട റോയ് ചായന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ 40 വർഷക്കാലം അദ്ദേഹം നിരവധി മേഖലകളിൽ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. സംവിധാനം, അഭിനയം, കഥ, തിരക്കഥാ രചന, ഗാനരചന, TV ആങ്കറിംഗ്, TV അവതാരകൻ, ഇവൻ്റ് കോർഡിനേഷൻ തുടങ്ങി നിരവധി മേഖലകളിൽ അദ്ദേഹം തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാനുമായിട്ടുള്ള അടുപ്പം തുടങ്ങുന്നത് അദ്ദേഹം സംവിധാനം ചെയ്ത തൂലിക എന്ന ചലച്ചിത്രത്തിൽ അതിമനോഹരമായ ഒരു ഗാനം എനിക്ക് പാടാനായിട്ട് അവസരം നൽകി. അങ്ങനെ ഞാൻ പിന്നണി ഗാന രംഗത്തേക്ക് പ്രവേശിക്കുന്നത് അദ്ദേഹത്തിലൂടെയാണ്. അതിൻ്റെ നന്ദിയും കടപ്പാടും സ്നേഹവും എല്ലാ കാലവും അദ്ദേഹത്തോടുണ്ട്. നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. ഇനിയും നിരവധി വർഷങ്ങൾ ഈ ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കാൻ സർവേശ്വരൻ ഇടവരുത്തട്ടെ. സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. Celebrating 40 years of creativity. ദൃശ്യമാധ്യമ രംഗത്ത് 40 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ശ്രീ റോയ് മണപ്പള്ളിൽ റോയ് ചായന് എല്ലാ നന്മകളും നേരുന്നു. സംവിധായകൻ, തിരക്കഥാകൃത്ത്, അഭിനേതാവ് തുടങ്ങി ദൃശ്യ അവാർഡ് നൈറ്റുകളിലൂടെ നിരവധി കലാകാരന്മാരെ ഈ രംഗത്തേക്ക് കൈപിടിച്ച് ആനയിക്കുകയും അവർക്ക് അംഗീകാരങ്ങൾ നൽകുകയും ആദരവുകൾ നൽകുകയും ചെയ്തുകൊണ്ട് മികച്ച ഒരു സംഘാടകൻ എന്ന നിലയിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ റോയ് മണപ്പള്ളിക്ക്, റോയ് ചായന് തുടർന്നും ഈ മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം, സാം കടമനിട്ട. Celebrating 40 years of creativity. സന്തോഷ് കുമാർ കായംകുളം. ഞാനൊരു പ്രൊഫഷണൽ നാടക നടനായിരുന്നു.
1977 ചൂണ്ടക്കാരി എന്ന് പറഞ്ഞ ഒരു കഥ എഴുതി സിനിമ നിർമ്മിച്ച് അതിൽ പ്രധാനപ്പെട്ടൊരു വേഷം ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ എന്നെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ പ്രിയ സുഹൃത്തും എൻ്റെ സഹോദരനിലും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ശ്രീ റോയ് മണപ്പള്ളിയെക്കുറിച്ചാണ്. 40 വർഷക്കാലം മാധ്യമരംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഇച്ഛാശക്തിയും മനസ്സിൻ്റെ ബലവുമാണ് എന്ന് എനിക്ക് അന്ന് മുതലേ മനസ്സിലായിട്ടുണ്ട്. 25 വർഷങ്ങൾക്ക് മുമ്പ് BSNL ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായി ജോലി നോക്കിയിരിക്കവേ അദ്ദേഹം ഒരു ടെലിഫിലിമിന് വേണ്ടി കഥ എഴുതുകയും അത് നിർമ്മിക്കുകയും അത് സംവിധാനം ചെയ്യുകയും ചെയ്ത ആ ടെലിഫിലിമിൽ കായംകുളത്തുകാരനായ എന്നെ വിളിച്ചു വരുത്തി ഒരു നല്ല വേഷം ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്മനസ്സിനെ ഞാൻ താരാട്ടുകയാണ്. അപ്പോൾ എറണാകുളത്ത് കലാകാരന്മാരില്ലാഞ്ഞിട്ടാണോ? അല്ല. അദ്ദേഹം അന്വേഷിച്ചപ്പോൾ എന്നിൽ ഉള്ള കലാകാരനെ അദ്ദേഹം അടുത്തറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് എന്നെ ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ ഈ ഹൂയിസ് ഹൂ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഒരു സംവിധായകൻ, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, ഒരു നിർമ്മാതാവ്, ഒരു ഗാനരചയിതാവ്, അങ്ങനെ എല്ലാ മേഖലകളിലും തൊട്ടെല്ലാം പൊന്നാക്കി മാറ്റുന്ന ഒരു വലിയ സവിശേഷത അദ്ദേഹത്തിൽ ഉറഞ്ഞുകൂടിയിട്ടുണ്ട് എന്നും മാത്രമല്ല ഈ അടുത്ത സമയത്ത് ഒരു ഫിലിം നിർമ്മിച്ചു സംവിധാനം ചെയ്തു എന്ന് ഞാൻ കേട്ടു. അതെനിക്ക് പക്ഷേ നിർഭാഗ്യവശാൽ കാണാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും അദ്ദേഹം വലുതായി പടർന്ന് പന്തലിച്ച് എറണാകുളത്തിനും കേരളത്തിനും ഒക്കെ ഒരു അഭിമാന സ്തംഭമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. Celebrating 40 years of creativity. ആദ്യം റോയിച്ചാനെ കുറിച്ച് കേൾക്കുന്നത് ഞാൻ ജീവൻ ടിവിയിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായിരിക്കുന്ന കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ആണ് റോയ് മാത്യു മണപ്പള്ളി എന്ന് പറയുന്ന ആധികായനെ കുറിച്ച് ആദ്യം ഞാൻ കേൾക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിൻ്റെ ഒരു ഭാഗമായി മാറാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം ഉണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ മീഡിയയിൽ 40 വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഇവിടെ. അപ്പോൾ ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെ ഒരു സ്നേഹിതനും ബ്രദറും എല്ലാമായ റോയിച്ചായന് 1000 ആശംസകൾ. Celebrating 40 years of creativity. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ റോയ് മണപ്പള്ളി 40 വർഷത്തെ സിനിമാ ജീവിതത്തിൽ കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് കലയോടും സിനിമയോടുമുള്ള അഭിമുഖ്യമുള്ള കാരണം റോയിച്ചാനാണ്. ഞാൻ റോയിച്ചാൻ്റെ കൂടെ പ്രവർത്തിക്കുകയും കൂടെ നടക്കുകയും നടന്നുകൊണ്ടാണ് ഇത്രയും ഈ ആഭിമുഖ്യം ഉണ്ടായത്. അതിന് റോയി എനിക്ക് അവസരം തന്നതിനകത്ത് വളരെ സന്തോഷമുണ്ട്. ഈ 40 വർഷം തികയുന്നതിൽ എൻ്റെ കുടുംബാംഗങ്ങളുടെ എല്ലാ ആശംസകൾ നേരുന്നു. Celebrating 40 years of creativity, Roy Manapulli.